വസിത, ഇനി നമ്മൾ പോകുന്ന വൈസ് ചാൻസലർമാർക്ക് സർക്കുലർ അയച്ച ഗവർണർ രാജേന്ദ്ര ആർലേക്കറിന്റെ നടപടിക്കെതിരെ അതിൽ ഭരണഘടനാ വിരുദ്ധത ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ അത്തരമൊരു അജണ്ട നടപ്പാക്കാനുള്ള വേദിയായി സർവകലാശാലകളെ വിട്ടുകൊടുക്കാനാകില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അല്ലേ? കമലേഷ് തെക്കേക്കാട് വിവരങ്ങളുമായി ചേരുകയാണ്. കമലേഷ്, ഈ വാമന ജയന്തി, പിന്നീട് RSS വനിതയെ സ്ഥാപിക്കൽ, ഇതൊക്കെ RSS പ്രതീകത്തെ ഭാരതാംബയായി ചിത്രീകരിച്ച് സ്ഥാപിക്കൽ, ഇതിനൊക്കെയുള്ള പിന്നാലെയുള്ള ഒരു ലിറ്റ്മസ് ടെസ്റ്റായി ഇതിനെ കാണേണ്ടതുണ്ട്. എന്തൊക്കെയാണ് പിണറായി വിജയൻ ഈ വിഷയത്തിൽ പറഞ്ഞത്? കമലേഷ്. ജിംഷാദ്, അസ്മിത, ഈ വിഷയത്തിൽ ഏറ്റവും പ്രധാനമായും മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് ഈ ഓഗസ്റ്റ് 15 സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിന്റെയും അതുപോലെ തന്നെ അതിനെ നേരിടാൻ ബ്രിട്ടീഷുകാർ അഴിച്ചുവിട്ട കൊടും ക്രൂരതകളുടെയും ഓർമ്മപ്പെടുത്തൽ ദിനമാണ്. എന്നാൽ ഈ സ്വാതന്ത്ര്യ ദിനം എന്നതിനപ്പുറത്തേക്ക് ഓഗസ്റ്റ് 15 മറ്റൊരു ദിനാചരണം വേണമെന്ന ആശയം അത് സംഘപരിവാറിന്റെ ബുദ്ധികേന്ദ്രങ്ങളുടെ ഉൽപ്പന്നമാണ് എന്നതാണ് പ്രധാനമായും മുഖ്യമന്ത്രിയുടെ ഒരു വിമർശനമായി വന്നിട്ടുള്ളത്. ഈ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു പങ്കാളിത്തവുമില്ലാതെ ബ്രിട്ടീഷ് രാജിന് പാദസേവ ചെയ്തവരാണ് ഈ RSS ഉൾപ്പെടെയുള്ള ആളുകൾ, സംഘപരിവാർ സംഘടനകളെല്ലാം. എന്നാൽ അവർ ഇപ്പോൾ ഈ സ്വാതന്ത്ര്യ ദിനത്തെ താഴ്ത്തിക്കെട്ടാനുള്ള ഒരു ശ്രമത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് പ്രധാനമായും ഇതിൽ പറഞ്ഞിട്ടുള്ളത്. സ്വാതന്ത്ര്യ സമര കാലത്ത് ഈ വൈദേശിക ശക്തികൾക്കെതിരെ പോരാടാൻ ആഭ്യന്തര ശത്രുക്കൾക്കെതിരെ പടനയിക്കാനാണ് ഇവർ ഊർജം ചെലവഴിച്ചിട്ടുള്ളത്. അവർക്ക് സ്വാതന്ത്ര്യ ദിനത്തിന്റെ പ്രാധാന്യം കുറയ്ക്കുക എന്നുള്ളതാണ് ഈ വിഭജന ഭീതിയുടെ ഓർമ്മ ദിനം ആചരിക്കൽ എന്ന ഒരു പ്രത്യേക ആശയത്തിലൂടെ അവർ ഉദ്ദേശിക്കുന്നത്, ഈ സംഘപരിവാർ സംഘടനകൾ ഉദ്ദേശിക്കുന്നത് എന്നതാണ് പ്രധാനമായും മുഖ്യമന്ത്രി ഈ പ്രസ്താവനയിലൂടെ അദ്ദേഹം ഒരു വിമർശനമായി മുന്നോട്ട് വെക്കുന്നത്. ബ്രിട്ടീഷ് വൈസ്രോയിയെ നേരിൽ ചെന്ന് കണ്ട് പിന്തുണ അറിയിക്കുകയും തങ്ങൾ ബ്രിട്ടീഷ് രാജിനെതിരല്ലെന്ന് വ്യക്തമാക്കുകയും ചെയ്ത അതേ മാനസികാവസ്ഥയിൽ തന്നെയാണ് ഇന്നും ഈ സംഘപരിവാർ ശക്തികളെല്ലാം ജീവിക്കുന്നത് എന്നാണ് പ്രധാനമായും പറയുന്നത്. ഇന്ത്യയിലെ നാനാജാതി മതസ്ഥരും ഒരുമിച്ച് നിന്ന ദേശീയ സ്വാതന്ത്ര്യ സമരത്തോട് പോലും മുഖം തിരിഞ്ഞു നിന്ന രാഷ്ട്രീയം അതേപടി പിൻപറ്റുന്നവരാണ് ഇപ്പോൾ വിഭജന ഭീതിയെ കുറിച്ച് പറയുന്നത്. ബ്രിട്ടീഷ് ഭരണകൂടത്തിന്റെ ഭിന്നിപ്പിച്ച് ഭരിക്കൽ തന്ത്രത്തിന്റെ കൂടി ഫലമാണ് ഇന്ത്യ വിഭജനവും വിഭജനാനന്തര കലാപവും എന്ന് പഴയ ബ്രിട്ടീഷ് ദാസന്മാർ മറന്നു പോവുകയാണ് തുടങ്ങിയ വലിയ തരത്തിലുള്ള വിമർശനമാണ് ഈ ഒരു പുതിയ ആശയം മുന്നോട്ട് വെക്കുന്ന. ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ ഈ വിഷയത്തിൽ പ്രതിഷേധത്തോടു കൂടി മുമ്പോട്ട് പോകുമെന്നാണ് സംസ്ഥാനം ആവശ്യപ്പെടുന്നത്. അത് തന്നെയാണ് മുഖ്യമന്ത്രിയിൽ പ്രതിഫലിക്കുന്നത്. കാരണം ഈ വിഷയങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ച് വളരെ രൂക്ഷമായ വിമർശനമാണ് മുഖ്യമന്ത്രി ഈ ഗവർണറുടെ ഈ നടപടിക്കെതിരെ വിഭജന ഭീതി ദിനമായി ആചരിക്കണമെന്നതിന് എതിരായി രംഗത്തെത്തിയിരിക്കുന്നത്. അല്ലേ? എന്തൊക്കെ പ്രതിഷേധത്തെ സംബന്ധിച്ച് അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത് മുഖ്യമന്ത്രി? തീർച്ചയായും അത് രാജ്യ താല്പര്യത്തിനെതിരാണ് ഇത്തരം ഒരു ആശയം എന്നുള്ളതാണ് പ്രധാനമായും മുഖ്യമന്ത്രി പറയുന്നത്. ഈ നേരത്തെ മഹാത്മാഗാന്ധിയെ ഉൾപ്പെടെ അപഹസിച്ച കൂട്ടരാണ് ഈ സംഘപരിവാർ. ഇന്ത്യ വിഭജന സമയത്ത് ഉൾപ്പെടെ ഈ കലാപം ആളിപ്പടർന്ന ഘട്ടത്തിൽ അത് കുറയ്ക്കുന്നതിന് വേണ്ടി, ആ തീ അണയ്ക്കുന്നതിന് വേണ്ടി ഇടപെട്ട മഹാത്മാഗാന്ധിയെ പോലും അപഹസിച്ചവരാണ് ഇവർ. അവരാണ് ഇന്നിപ്പോൾ ഈ വിഭജന ഭീതി ദിനമായി ഇതിനെ ആചരിക്കാൻ, അല്ലെങ്കിൽ സ്വാതന്ത്ര്യ ദിനം എന്നതിനപ്പുറത്തേക്ക് അതിന്റെ പ്രാധാന്യം കുറച്ചുകൊണ്ട് ഈ വിഭജന രാഷ്ട്രീയം വീണ്ടും വിലപ്പോകുമോ എന്ന് ശ്രമിക്കുന്ന, അല്ലെങ്കിൽ അത്തരം ശ്രമങ്ങളിലേക്ക് സംഘപരിവാർ വീണ്ടും കടക്കുകയാണ് എന്ന വിമർശനമാണ് പ്രധാനമായും ഉയരുന്നത്. മുഖ്യമന്ത്രി മാത്രമല്ല, നേരത്തെ തന്നെ മന്ത്രി വി ശിവൻകുട്ടി ഉൾപ്പെടെയുള്ള ആളുകൾ, പലതരത്തിലുള്ള ആളുകളെല്ലാം തന്നെ ഈ പുതിയ നിർദ്ദേശത്തോട് വളരെ വലിയ വിമർശനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയും ഇത് വളരെ കൃത്യമായി തന്നെ ഈ അജണ്ട എന്താണ്, ഈ സംഘപരിവാർ അജണ്ട എന്ന് വളരെ കൃത്യമായി വിശദീകരിച്ചുകൊണ്ട് ഒരു ഒരു വിയോജന കുറിപ്പ് ഇപ്പോൾ ഇറക്കിയിട്ടുള്ളത്, ഒരു പ്രസ്താവന മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. ഏതായാലും ഈ സംഘപരിവാറിന്റെ വിഭജന രാഷ്ട്രീയ അജണ്ടകൾക്കനുസരിച്ച് പ്രവർത്തന പദ്ധതികൾ രാജ്ഭവനിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന നിലപാട് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന കാര്യം കൂടിയാണ് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.